6-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്ന വണ്ടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞു തുടങ്ങട്ടെ. ബൗണ്ടറി, പ്രൈവസി ഇല്ലേ? ആണില്ലേ? ആണിതൊക്കെ എവിടെയെങ്കിലും പണയം വെച്ച് പോകുന്നതാണോ അതോ വിറ്റോ ആണുങ്ങൾ ഇതൊക്കെ? ആണിന് ചോദിക്കാനും പറയാനും ആണില്ലേ? ആരുമില്ല ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ആണിന് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നാ? അങ്ങനെ ആരും വിചാരിക്കണ്ട. കളിക്കണ്ട. ബാക്കി എൻ്റെ സഹോദരൻ പറയും. ഇവിടുത്തെ ഗതാഗത മന്ത്രിയോടാണ്, ശ്രീ ഗണേഷ് കുമാർ സാറിനോ. ഗണേഷ് സാറേ, അങ്ങയുടെ അപേക്ഷ മുന്നിൽ വെക്കുകയാണ്. ദയവേത് ബസ്സുകളിൽ CCTV ക്യാമറ വെച്ച് തരണം, ഞങ്ങളെ സേഫ്റ്റിക്ക്. ഞങ്ങൾ ആണുങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് സാറേ, ബസ്സിൽ ഒരു ക്യാമറ, അര ക്യാമറ, കാൽ ക്യാമറ അങ്ങനെ വെച്ച് തരണേ. ദയവേത് ബസ്സുകളിൽ നിങ്ങൾ ഒരു ബാരിക്കേഡ്, ഒരു മറ വെച്ച്. ബാരിക്കേഡ് കിട്ടിയില്ലെങ്കിൽ ഒരു മറ. ഈ 6-ാം നൂറ്റാണ്ടുകാർ ആണിനെയും പെണ്ണിനെ സെപ്പറേറ്റ് ചെയ്യുന്നൊരു മറയില്ലേ, ആ മറ. അരമറ മതി, ഫുള്ള് വേണ്ട, അരമറയെങ്കിലും. ഇനി അരമറ കിട്ടുന്നില്ല, ഒരു കാൽമറയെങ്കിലും താ സാറ്. ആണ് വേറെ പെണ്ണ് വേറെ. പിന്നെ ആണിനെയും പെണ്ണിനെയും ഈ 6-ാം നൂറ്റാണ്ടുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ ആണ് വേറെ പെണ്ണ് വേറെ ആക്കി താ സാറേ. ഒരു മറ വെച്ചെങ്കിലും, ഒരു ബാരിക്കേഡ് വെച്ചെങ്കിലും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് സാറേ. ജീവിക്കാൻ പറ്റുന്നില്ല സാറേ, ഞങ്ങൾ നാണം കെടുത്താണ് സാറേ. എന്താ ചേട്ടാ ബാക്കി പറ. ആണുങ്ങളോടാണ്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ പെണ്ണുള്ള ഭാഗത്തേക്ക് പോകും. ഇനി സീക്രട്ട് ഏജന്റ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നത് വളരെ സീരിയസ് ആയ മാറ്റമാണ്, അത് കേൾക്കണം പ്ലീസ്. കാരണം എല്ലാ പെണ്ണുങ്ങളെയും പറയുന്നില്ല, ചിലർ അവരുടെ പേഴ്സണൽ റീച്ചിന് വേണ്ടിയിട്ട് മേത്ത് തട്ടിയാലോ അല്ലെങ്കിൽ അടുത്തൂടെ പോയാലടക്കം ക്യാമറ എടുത്ത് ഓണാക്കി വീഴുള്ളൂ. സ്ഥിരം ഒഫൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നരമ്പ് രോഗികളുണ്ട്, അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ പോലീസിൽ പരാതിപ്പെടണം. അത് സഹോദരൻ പറഞ്ഞത് 100% സത്യമാണ്. ആ ഒഫൻഡേഴ്സിനെ പിടിച്ച് എക്സ്പോസ് ചെയ്യാൻ സ്ത്രീകൾ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിയമപരമായിട്ടൊരു ഫൈറ്റിന് പോകും. അതായത് നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ വേണ്ടി നിങ്ങളൊരു വീഡിയോ എടുത്ത് വെക്കുക, അത് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് മനുഷ്യരെ സോഷ്യൽ മീഡിയ വഴി നാണം കെടുത്തി ഇത്തരത്തിലേക്കുള്ള, അതായത് അവസാനം വാദി പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകും. മനസ്സിലായോ? പോലീസ് സ്റ്റേഷനിൽ ചെല്ല്, വീഡിയോ പ്രൂഫ് കാണിച്ചു കൊടുക്ക്. ആ വ്യക്തിയെ പിടിക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ലല്ലോ. വീഡിയോ മുഖം കാണിച്ചു കൊടുത്താൽ പോലീസ് പൊക്കി കഴിഞ്ഞാൽ അവര് പറയാനുള്ളത് അവൻ പറയും. അതിന്റെ സിമിലർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കിട്ടും. എന്നിട്ട് നിങ്ങൾ എക്സ്പോസ് ചെയ്യുക, എന്ത് വേണേ കാണിക്ക്, തേങ്ങാക്കൊല. നീ ഇതൊന്നും നടക്കാത്ത സ്ഥിതിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്. എൻ്റെ പൊന്ന് ഗണേഷ് സാറേ, ഒരു CCTV ബസ് വെച്ച് തരണേ. ഇനി അതും പറ്റില്ലെങ്കിൽ 6-ാം നൂറ്റാണ്ട് ഒരു മറ, അവർ വെച്ച മറ അവിടെ തന്നിരിപ്പുണ്ടാവും, പഴകിയിട്ടില്ല. അവർ മറയെങ്കിലും കൊണ്ട് തരണേ. ഇനി ഒന്നും പറ്റുന്നില്ലെങ്കിൽ പോലീസുകാരുടെ ബാരിക്കേഡെങ്കിലും വെച്ച് ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യണേ, ആണിനെയും പെണ്ണിനെയും. ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്, നാണം കെടാൻ വയ്യാത്തതുകൊണ്ടാണ്. സഹായിക്കണേ സാറേ.